ഇന്നത്തെ കാലത്ത് നമ്മൾ മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് ഓർക്കാൻ ശ്രമിക്കുന്നത്. നാച്ചുറലി ഇറ്റ് ബി ഡിഫിക്കൽട്ട് ടു റിമെമ്പർ സോ മെനി തിങ്സ്. ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ മെമ്മറി, പ്ലീസ് വാച്ച് ദിസ് വീഡിയോ. നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി എന്താണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ്, ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമ്പോൾ അതിനെ സ്റ്റോർ ചെയ്ത് പിന്നീട് ഉപയോഗിക്കുന്ന എബിലിറ്റിയാണ്. പുതിയ ഇൻഫർമേഷൻ നമുക്ക് മെമ്മറിയായി മാറാൻ ആദ്യം തന്നെ ആ ഇൻഫർമേഷൻ നമുക്ക് യൂസബിളായി മാറ്റണം. ആ ഒരു പ്രോസസ്സിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഇത് എൻകോഡായി കഴിയുമ്പോൾ ഇത് നമ്മുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്ത മെമ്മറി എപ്പോഴും നമ്മുടെ അവയർനെസ്സിൽ ഉണ്ടാവില്ല. The only time it comes to our awareness is when we retrieve it. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഒരു ഓർമ്മ എത്ര നാൾ നമ്മുടെ ഉള്ളിലുണ്ടാകും? അത് ബെറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാനൊരു സംഭവം പറഞ്ഞുതരാം. ദാറ്റ് ഈസ്, നമ്മുടെ മെമ്മറി 3 തരമുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് സെൻസറി മെമ്മറി. അത് വളരെ കുറച്ച് നേരം മാത്രമേ നമുക്കുണ്ടാകൂ. വിഷ്വൽ മെമ്മറി മേ ബി ഹാഫ് എ സെക്കൻഡ് ആൻഡ് ദ ഓഡിറ്ററി മെമ്മറി 3-4 seconds. ദാറ്റ്സ് ഇറ്റ്. സെൻസറി മെമ്മറിയിൽ നിന്നും സെലക്റ്റഡ് ഇൻഫർമേഷൻ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകും. ഇവിടെ ഇൻഫർമേഷൻ ഒരു 20 to 30 seconds ഉണ്ടാകും. ഫ്രോയിഡിയൻ സൈക്കോളജിയിൽ ഈ ഷോർട്ട് ടേം മെമ്മറിയെ കോൺഷ്യസ് മൈൻഡ് എന്നും അറിയപ്പെടും. ആൻഡ് ഇവിടെ ഇൻഫർമേഷൻ നല്ല രീതിയിൽ പ്രോസസ്സ് ആയാൽ ഇറ്റ് ഗോസ് ഇൻ ടു ലോങ് ടേം മെമ്മറി, അല്ലെങ്കിൽ ഇറ്റ് ജസ്റ്റ് ഗെറ്റ്സ് ഡിലീറ്റഡ്. ഷോർട്ട് ടേം മെമ്മറി വർക്കിംഗ് മെമ്മറി എന്നും അറിയപ്പെടും. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. If you want to know more, I suggest you to watch that. Last is our long-term memory, നമ്മുടെ permanent storage place. ഫ്രോയിഡിയൻ സൈക്കോളജിയിൽ ഈ ലോങ് ടേം മെമ്മറിയെ പ്രീകോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എന്നും പറയും. നമ്മുടെ വർക്കിംഗ് മെമ്മറിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ദ ഇൻഫർമേഷൻ ഫ്രം ഹിയർ ഇസ് ബ്രോട്ട് ഇൻ ടു അവർ അവയർനെസ്. മറവി സർപ്രൈസിംഗ്ലി ഭയങ്കര കോമൺ ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, കുറേ തവണ നിങ്ങൾ പേരുകൾ, ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻറ്റ്സ്, ഡേറ്റ്സ്, അങ്ങനെ പല കാര്യങ്ങളും മറന്നിട്ടുണ്ടെന്ന്. ഈ മറവി 4 കാരണം കൊണ്ടാണ്. ഫെയിലിയർ ടു സ്റ്റോർ, മര്യാദയ്ക്ക് ഇൻഫർമേഷൻ നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് സ്റ്റോർ ആവാഞ്ഞുകൊണ്ട്. പല ഇൻഫർമേഷൻ നമ്മുടെ മെമ്മറി ആയിട്ട് ഇടപെടുന്നതുകൊണ്ട്, വിച്ച് ഇസ് ഇൻ്റർഫിയറൻസ്. മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ്, ചില കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കും ടു കോപ്പ് അപ്പ് വിത്ത് എ സിറ്റുവേഷൻ. ദിസ് ഇസ് നോട്ട് റോങ്. റിട്രീവൽ ഫെയിലിയർ, ചില സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടപ്പോൾ ഓർത്തെടുക്കാൻ കഴിയില്ല ഡ്യൂ ടു ഫെയിലിയർ ഇൻ റിട്രീവൽ ഫ്രം ദ ലോങ് ടേം മെമ്മറി. മറവി എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. പക്ഷെ ചില സമയത്ത് ഈ മറവി നമ്മുടെ ലൈഫിനെ നല്ലോണം ബാധിക്കാൻ തുടങ്ങും. സോ ഐ എം ഹിയർ ടു ഷെയർ എ ഫ്യൂ ടിപ്സ് ഓൺ ഹൗ ടു ഡീൽ വിത്ത് ദിസ്. ഫസ്റ്റ് ടിപ്പ് ഇസ് എ സിമ്പിൾ ടിപ്പ്, റൈറ്റ് ദെം ഡൗൺ. നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പുതിയ ഇൻഫർമേഷനൊക്കെ കിട്ടുമ്പോൾ റൈറ്റ് ദെം ഡൗൺ. പെൻ ആൻഡ് പേപ്പർ ഒക്കെ കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡോണ്ട് വറി, ടേക്ക് യുവർ ഫോൺ, ടേക്ക് ദ നോട്ട്സ്, ടൈപ്പ് ദെം ഡൗൺ. സെക്കൻഡ് ടിപ്പ് ഇസ് അറ്റാച്ച് എ മീനിങ് ടു ഇറ്റ്. നമ്മൾ എന്തിനും ഒരു അർത്ഥം കൊടുത്താൽ ഓർത്തിരിക്കാൻ എളുപ്പമാവും. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ പേര് ഓർത്തിരിക്കാൻ കണക്ട് ഇറ്റ് വിത്ത് ദ സിറ്റുവേഷൻ വെൻ യു മെറ്റ് ഓർ എ ഫീച്ചർ ഓഫ് ദറ്റ് പേഴ്സൺ. നമ്മൾ കോൺസ്റ്റൻ്റ്ലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ വി ക്യാൻ റിമെമ്പർ എ ലോട്ട്. പീപ്പിൾ ഓഫൺ കൺഫ്യൂസ് റിപ്പീറ്റിംഗ് വിത്ത് ബൈ ഹാർട്ടിങ്. ബട്ട് വാട്ട് ഐ മീൻ ഹിയർ ഇസ്, നമ്മളൊരു പുതിയ വേർഡ് പഠിക്കുമ്പോൾ നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇറ്റ് ഗെറ്റ്സ് എൻകോഡഡ് ഇൻ ടു അവർ ഷോർട്ട് ടേം മെമ്മറി. കുഞ്ഞു പിള്ളേരെ ഓർത്താൽ മതി, അവരെല്ലാ കാര്യവും വീണ്ടും വീണ്ടും ചെയ്തും പറഞ്ഞുമാണ് പഠിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ യു നോ ദറ്റ് അവർ ബ്രെയിൻ ഹാസ് ദി ടെൻഡൻസി ടു ഗ്രൂപ്പ് തിങ്സ് അല്ലേ. ഫോർ എക്സാമ്പിൾ, പട്ടി, പൂച്ച, സോഫ. പട്ടിയും പൂച്ചേനെ നമ്മൾ ആനിമൽസ് എന്ന ഗ്രൂപ്പിലിടും ആൻഡ് സോഫ കംസ് ഇൻ എ ടോട്ടലി ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. ഇതുപോലെ തന്നെ വെൻ യു ആർ സ്റ്റഡിങ്, നമ്മൾ ഇൻഫർമേഷൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിലേക്ക് ഇട്ടാൽ വി വിൽ റിമെമ്പർ ബെറ്റർ. ഇതിൽ തന്നെ ചങ്കിങ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. അതായത് നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യും. എക്സാമ്പിൾ ഇസ്, ഫോൺ നമ്പർ പറയുമ്പോൾ നമ്മൾ ചില സമയത്ത് 2 numbers വെച്ച് പറയും. ഓർ വി മൈറ്റ് സേ 2 numbers, then 5 numbers and another 2 numbers. ആക്രോണിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില സമയത്ത് കുറേ വേർഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം ഓർത്തിരിക്കും. ഈ ഫസ്റ്റ് ലെറ്റേഴ്സ് ഫോം വേർഡ്സ് വിച്ച് വിൽ ഹെൽപ്പ് us remember a greater information.
For example, VIBGYOR is an acronym which helps us to remember all the colors of the rainbow. Alle? Violet, indigo, blue, green, yellow, orange, red. Smart. Awesome. New. This point will be useful for students. Teach someone else. നമ്മൾ വേറെ ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ റീകോളിംഗ് എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യും ആൻഡ് നമ്മുടെ ബ്രെയിനിൽ ഇൻഫർമേഷൻ കുറെ കൂടെ നല്ല രീതിയിൽ സ്റ്റോർ ആവും. മേക്കിംഗ് സ്റ്റോറീസ്. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഐ ലവ് ടു ഡു. പഠിക്കുന്ന കാര്യം മറന്നാലും നമ്മൾ ഒരിക്കലും ഒരു മൂവിയുടെ സ്റ്റോറി അത്രയും പെട്ടെന്ന് മറക്കില്ല. ദിസ് ഈസ് ബിക്കോസ് വി ഹ്യൂമൻസ് ലവ് സ്റ്റോറീസ്. So try to make what you're learning into stories to remember. The last but not the least is to test yourself. നമുക്ക് എത്രത്തോളം മനസ്സിലായി അല്ലെങ്കിൽ എത്രത്തോളം ഓർമ്മ നിൽക്കുന്നുണ്ടെന്ന് അറിയാൻ this is the best way. ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലെക്സ് സംഭവമാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ സ്മോൾ ഫങ്ഷൻ വിച്ച് ഇസ് മെമ്മറി. ഇറ്റ് ഈസ് ദിസ് മെമ്മറി ദാറ്റ് മേക്സ് us what we are. മെമ്മറി ഇംപ്രൂവ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബെനിഫിറ്റ്സ് ആൻഡ് ഓൾസോ യു വിൽ ലിവ് എ ലോട്ട് മോർ പീസ്ഫുൾ ലൈഫ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ദ വീഡിയോ ആൻഡ് ഇതുപോലത്തെ ഇനിയും വീഡിയോസ് കാണണമെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ഈ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ ഡു ലീവ് എ കമൻറ്റ് ബിലോ ഓർ യു ക്യാൻ ഓൾസോ കോൺടാക്ട് മീ അറ്റ് മൈ ഇമെയിൽ അഡ്രസ്.